ഹായ് സ്റ്റുഡൻസ്, V4U മലയാളം അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2019-20 അധ്യയന വർഷത്തെ BA BScയുടെ മലയാള സാഹിത്യം 2ാം സെമസ്റ്ററിലെ സിലബസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുത്തും അധികാരവും PK രാജശേഖരൻ്റെ ലേഖനത്തെയാണ് പരിചയപ്പെട്ടത്. ലേഖകനെയും ലേഖനം എന്താണ് പറയുന്നതെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ക്ലാസ്സിൻ്റെ 2ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, PK രാജശേഖരൻ എഴുത്തും അധികാരവും എന്ന് പറയുന്ന ഈ പഠന ഗ്രന്ഥത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത് മലയാള നോവലിൻ്റെ ചരിത്രങ്ങളിലാണ്. അപ്പം എഴുത്തും അധികാരവും എന്ന് പറയുന്ന ഈ പഠനത്തിലൂടെ രാജശേഖരൻ മലയാള നോവലിൻ്റെ ചരിത്രങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് നമുക്ക് സ്വാഗതം. ആ ചരിത്രങ്ങളാണ്, അല്ലെങ്കിൽ ആ സഞ്ചാര പദങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അന്ധനായ ദൈവം മലയാള നോവലിൻ്റെ 100 വർഷങ്ങൾ എന്ന പഠന ഗ്രന്ഥത്തിലെ ശ്രദ്ധേയമായ ഒരു പാഠമാണ് എഴുത്തും അധികാരവും എന്ന് പറയുന്ന നമുക്ക് പഠിക്കാനുള്ള ഈ ലേഖനം. അന്ധനായ ദൈവം മലയാള നോവലിൻ്റെ 100 വർഷങ്ങൾ എന്ന് പറയുന്ന പഠന ഗ്രന്ഥം. ആ പഠന ഗ്രന്ഥത്തിലെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് എഴുത്തും അധികാരവും. അപ്പോൾ PK രാജശേഖരൻ കഴിഞ്ഞുപോയ 110 വർഷത്തെ നോവലിൻ്റെ വളർച്ചയുടെയും പരിണാമങ്ങളുടെയും ചരിത്രമാണ് ഈ പഠനത്തിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ അമർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മലയാളിക്ക് യൂറോപ്യൻ സാഹിത്യകൃതികളുമായിട്ട് ഒന്ന് പരിചയപ്പെടാനും പുതിയ സാഹിത്യ രൂപങ്ങളുടെ രചനയിൽ ഏർപ്പെടാനും കഴിഞ്ഞു എന്നതാണ് ഇവിടെ രാജശേഖരൻ വ്യക്തമാക്കുന്നത്. അതായത് അച്ചടിയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും നോവൽ രചനയ്ക്ക് പ്രചോദനമായി എന്നാണ് രാജശേഖരൻ ഈ പാഠത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അച്ചടിയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും നോവൽ രചനയ്ക്ക് പ്രചോദനമായി എന്ന്. അതായത് ചന്തുമേനോൻ നോവൽ രചന തുടങ്ങിയ കാലത്ത് അദ്ദേഹം സ്വീകരിച്ച രചനാരീതി എന്ന് പറയുന്നത് പാശ്ചാത്യ മാതൃകയിലുള്ള രചനാരീതിയായിരുന്നു. പക്ഷേ അദ്ദേഹം നോവലിനായിട്ട് പ്രമേയം സ്വീകരിച്ചത് സ്വന്തം സമുദായത്തിലെ ജീവിതത്തിൽ നിന്നായിരുന്നു. അതായത് അദ്ദേഹം നായർ സമുദായത്തിൻ്റെ ജീവിതത്തിൽ നിന്നാണ് പ്രമേയം അല്ലെങ്കിൽ വിഷയം സ്വീകരിച്ചത്. അതായത് 1889 മുതൽ 1920 വരെയുള്ള കാലഘട്ടങ്ങളിൽ മലയാള നോവലുകളുടെ എണ്ണം നോക്കിയാൽ 100 നോവലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രദ്ധിക്കുക, 1889 മുതൽ 1920 വരെ എത്ര നോവലുകൾ ഉണ്ടായിരുന്നു മലയാളത്തിൽ എന്ന് എണ്ണി നോക്കിയാൽ വെറും 100 നോവലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അച്ചടിയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും മലയാളത്തിലേക്ക് കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ 1920 മുതൽ 1940 വരെയുള്ള കാലഘട്ടങ്ങളെ എടുത്തു വെച്ച് പഠിക്കുമ്പോൾ 400 നോവലുകൾ എഴുതപ്പെട്ടു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിനൊക്കെ ശേഷമാണ്, 1940 ശേഷമാണ് നോവൽ പ്രമേയം വരേണ്യ വിഭാഗത്തിൽ നിന്ന്, അതായത് ഉയർന്ന വിഭാഗങ്ങളിൽ നിന്നും സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അങ്ങനെ വിവിധ ശ്രേണിയിലുള്ള വിവിധ വിഭാഗങ്ങളുടെ കഥകൾ നോവൽ സാഹിത്യത്തെ സമ്പന്നമാക്കി എന്ന് നമ്മളുടെ ലേഖകൻ പഠിപ്പിക്കുകയാണ്. ചന്തുമേനോൻ്റെയും CV രാമൻപിള്ളയുടെയും പൈതൃകത്തിൽ നിന്ന് ഉത്തരാധുനികത വരെ എത്തുന്ന മലയാള നോവലിൻ്റെ ചരിത്രം അതാത് കാലങ്ങളിലുള്ള കേരളീയ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൻ്റെ ചരിത്രം കൂടിയാണെന്നാണ് PK രാജശേഖരൻ വിലയിരുത്താൻ ശ്രമിക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ഈ പാഠത്തിൻ്റെ പ്രാധാന്യമാണ് പഠിക്കുന്നത്. essay ആണ് ഞാൻ പറയുന്നത്. ചന്തുമേനൻ്റെയും CV രാമൻപിള്ളയുടെയും പൈതൃകത്തിൽ നിന്ന് ഉത്തരാധുനികത വരെ എത്തുന്ന മലയാള നോവലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അതാത് കാലങ്ങളിൽ കേരളീയ സമൂഹത്തെ രൂപപ്പെടുത്തുന്ന ഒരു ചരിത്രമായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത്. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വളരെ വ്യത്യസ്തതകളുടെ തുടക്കമായിരുന്നു. കേരളീയ സാമൂഹിക രംഗം, ജന്മി നാടുവാഴി ഭരണം, ജാതി മേൽക്കോയ്മ വ്യവസ്ഥകൾ, കൊളോണിയലിസം തുടങ്ങിയവയെല്ലാം ചേർന്ന് ഒരു സാമൂഹിക വ്യവസ്ഥയായിരുന്നു 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം. 20ാം നൂറ്റാണ്ട് തുടക്കമെന്ന് പറയുന്ന കേരളീയ സമൂഹത്തെ നോക്കിയാൽ, സാമൂഹിക രംഗത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ നാടുവാഴി ഭരണം കാണാം, ജാതി മേൽക്കോയ്മ വ്യവസ്ഥകൾ കാണാം, കൊളോണിയലിസവും നമുക്ക് കാണാം. ഇവയൊക്കെ ചേർന്ന ഒരു സാമൂഹിക വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കൊളോണിയലിസത്തിൻ്റെ റവന്യൂ നിയമങ്ങൾ ജാതി അധിഷ്ഠിത ദൈവായത്ത നാടുവാഴി സമ്പ്രദായത്തിനൊപ്പം ജനങ്ങളെ അധികാരത്തിന് കീഴിലാക്കി. കൊളോണിയലിസം അങ്ങനെയായിരുന്നു.
അപ്പം ദൈവായത്ത നാടുവാഴി സമ്പ്രദായങ്ങളിലും ജാതി അധിഷ്ഠിത വ്യവസ്ഥകളിലും റവന്യൂ നിയമങ്ങളൊക്കെ വെച്ചിട്ട് ജനങ്ങളെ അധികാരത്തിന് കീഴിലാക്കിയ ഒരു രീതിയായിരുന്നു. മരുമക്കത്തായ വ്യവസ്ഥയ്ക്ക് ഉലച്ചിൽ തട്ടിയപ്പോഴും ജാതി വ്യവസ്ഥ അന്യൂന്യവും കീഴാള വർഗങ്ങളുടെ സ്വരങ്ങൾ പ്രകാശിപ്പിക്കപ്പെടാത്ത രീതിയിലുമായിരുന്നു. അപ്പോൾ അന്നത്തെ വ്യവസ്ഥയെ ശ്രദ്ധിക്കുമ്പോൾ, സാമൂഹ്യ വ്യവസ്ഥയെ പഠിക്കുമ്പോൾ മരുമക്കത്തായ വ്യവസ്ഥയ്ക്കൊക്കെ ഉലച്ചിൽ തട്ടിയ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജാതി വ്യവസ്ഥയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. ജാതി, കീഴ്ജാതി, മേൽജാതി, അങ്ങനെ ഒരു രീതി തന്നെയായിരുന്നു. കീഴാളവർഗത്തിൻ്റെ സ്വരങ്ങൾ സമൂഹത്തിൽ കേൾക്കാനും ഉണ്ടായിരുന്നില്ല. ഈ സാമൂഹിക പരിസരത്തിലാണ് മലയാള നോവലുകൾ എഴുതപ്പെടാൻ തുടങ്ങിയത്. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിലൂടെ ലഭിച്ച സാഹിത്യജ്ഞാനം യൂറോപ്യൻ മാതൃകയിലുള്ള നോവൽ എന്ന ആഖ്യാന രൂപം സ്വീകരിക്കാൻ ആദ്യകാല ഭാരതീയ നോവലിസ്റ്റുകളെ പ്രേരിപ്പിച്ചു. ശ്രദ്ധിക്കുക, പാശ്ചാത്യ വിദ്യാഭ്യാസത്തിലൂടെ നാം നേടിയ സാഹിത്യജ്ഞാനം കൊണ്ട് യൂറോപ്യൻ മാതൃകയിലുള്ള നോവൽ എന്ന ആഖ്യാന രൂപത്തെ സ്വീകരിക്കുവാനും ആദ്യകാല ഭാരതീയ നോവലിസ്റ്റുകളെ പ്രേരിപ്പിച്ചതായിട്ട് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. ആ മാതൃക സ്വീകരിച്ച് സ്വന്തം ദേശീയതയുടെ പ്രശ്നങ്ങൾ ഈ ആദ്യകാല ഭാരതീയ നോവലിസ്റ്റുകൾ ആവിഷ്കരിച്ചു. മേൽക്കോയ്മപരമായ വൈദേശിക സംസ്കാരവും ഒപ്പം തന്നെ ദേശീയ സംസ്കാരവും തമ്മിലുള്ള അഭിമുഖീകരണത്തിൽ നിന്നുണ്ടായ നോവൽ എന്ന് പറയുന്ന സാഹിത്യ രൂപത്തിൻ്റെ ആഖ്യാനതലത്തിന് യൂറോപ്യൻ മാതൃകയും പ്രമേയത്തിന് ദേശീയ പ്രശ്നങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ പാശ്ചാത്യ മാതൃക സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ആ പാശ്ചാത്യ മാതൃകയിലൂടെ, പാശ്ചാത്യ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ലഭിച്ച ആ മാതൃകയിലൂടെ നമ്മൾ നമ്മളുടെ സ്വന്തം ദേശീയതയുടെ പ്രശ്നങ്ങൾ നോവലിൽ പ്രമേയമാക്കി. അപ്പോൾ പാശ്ചാത്യ മേൽക്കോയ്മപരമായ വൈദേശിക സംസ്കരണം എന്ന് പറഞ്ഞാൽ വിദേശാധിപത്യം, ഒപ്പം തന്നെ നമ്മളുടെ ദേശീയ സംസ്കാരമൊക്കെ തമ്മിലുള്ള ഈ ബന്ധത്തിൽ നിന്നും നമ്മളുടെ നോവൽ എന്ന് പറയുന്ന ആ സാഹിത്യ രൂപത്തിൻ്റെ ആഖ്യാനതലത്തിന് യൂറോപ്യൻ മാതൃക യൂറോപ്യനും പ്രമേയം നമ്മളുടെ ദേശീയ പ്രശ്നങ്ങളുമായി മാറി. യാഥാർത്ഥ്യത്തിൻ്റെ വരവോടെ നോവൽ കേരളീയമായ അനുഭവ ലോകത്തിൻ്റെ വ്യത്യസ്തമായ ശ്രേണികളെ പ്രതിനിധീകരിക്കാൻ ശക്തമായി തീർന്നു. ഭാഷാപരവും ജാതീയവും വർഗപരവുമായ വേർതിരിവുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട സൗന്ദര്യ ചിന്തകളെ നോവൽ ലംഘിച്ചു. ശ്രദ്ധിക്കുക, ഭാഷാപരവും ജാതീയവും വർഗപരവുമായ വേർതിരിവുകൾ കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന നോവലിൻ്റെ ചില സൗന്ദര്യവശങ്ങളെ നോവൽ എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ലംഘിക്കാൻ തുടങ്ങി. ആ ലംഘനത്തിൻ്റെ തീവ്രത സൃഷ്ടിച്ച നിരപേക്ഷ ഘടനയിലാണ് 40കൾക്ക് ശേഷം, ഞാൻ മുമ്പേ പറഞ്ഞു 40കൾക്ക് ശേഷം നോവൽ കേരളീയ ജീവിതത്തെ അടയാളപ്പെടുത്തിയത്. അപ്പോൾ 400 നോവലുകൾ എഴുതപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. സമൂഹത്തിൻ്റെ പുറംപോക്കിൽ കഴിഞ്ഞവർ അങ്ങനെ എഴുത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വരുന്നത് കാണാം. അതാണ് പറഞ്ഞത്, വരേണ്യ വിഭാഗത്തിൽ നിന്നും സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് നോവൽ പ്രവേശിച്ചു എന്ന് പറയാൻ കാരണം. അങ്ങനെ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഒരു പൊളിച്ചെഴുത്ത് തന്നെ ഉണ്ടായിത്തീർന്നു. സാഹിത്യ ഭാഷയുടെ തലത്തിൽ വരേണ്യവും സംസ്കൃതാധിഷ്ഠിതവുമായ വ്യവഹാര തലത്തിൽ നിന്നും നിരവധി ഭാഷകളും പ്രകാശനം നേടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. സംസ്കൃതം എന്നുള്ള ആ സംസ്കൃത ഭാഷ വരേണ്യവർഗത്തിൻ്റെ ഭാഷയാണെന്നുള്ള രീതിയിൽ നിന്നൊക്കെ മലയാള ഭാഷയിൽ ഒരു മുക്തി ഉണ്ടായി എന്നാണ് പറഞ്ഞു വെച്ചത്. ഒരു ദേശീയത എന്ന നിലയിൽ മലയാളിയുടെ സ്വത്ത് രൂപീകരണത്തിനും വികാസത്തിനും ഒപ്പം തന്നെ ശൈഥില്യത്തിൻ്റെയൊക്കെ തുടർ പ്രക്രിയ നോവലിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. മറ്റ് സാഹിത്യ രൂപങ്ങളിൽ നിന്നും പൂർണ്ണമല്ലാത്ത ഈ സവിശേഷതയാണ് മലയാള നോവലിൻ്റെ ചരിത്രത്തെ നമ്മുടെ ചരിത്രം തന്നെയാക്കി മാറ്റിയെന്നതാണ് പി.കെ. രാജശേഖരൻ്റെ അഭിപ്രായം. പിതൃമേധാവിത്വ സമൂഹം, കരുണയില്ലാത്ത വിധി, രാജനീതി, ജന്മത്വം, ഭരണകൂടം, മതം, ഭൂരിപക്ഷം തുടങ്ങിയ ഭിന്നരൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന മേൽക്കോയ്മയ്ക്കെതിരെ നോവലിലെ ആഖ്യാനസ്വരങ്ങൾ കലഹിക്കാൻ തുടങ്ങി. ഭരണകൂടത്തിനെതിരായുള്ള സമരമായും വ്യവസ്ഥാപിത കുടുംബ വ്യവസ്ഥയോടുള്ള എതിർപ്പായും സാമൂഹിക പരിഷ്കരണ ആഗ്രഹങ്ങളായിട്ടും വർഗരഹിത സമുദായ സ്വപ്നമായിട്ടും സാമ്പ്രദായിക സദാചാര ലംഘനമായിട്ടും ആധികാരികതയോടുള്ള എതിർപ്പായിട്ടൊക്കെ നോവൽ എഴുതപ്പെടാൻ തുടങ്ങി.
വ്യവസ്ഥാപിത സമൂഹത്തിൻ്റെ മേൽക്കോയ്മപരമായ വ്യവസ്ഥയോട് ഏറ്റുമുട്ടുന്ന കഥാപാത്രങ്ങൾ ഇന്ദുലേഖ മുതൽ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ മുതൽ നമുക്ക് കാണാൻ കഴിയും. സാമൂഹിക യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിനിധാനത്തിൽ അടിയുറച്ച റിയലിസത്തിലും വ്യക്തിയെ കേന്ദ്രീകരിച്ച ആധുനികതയിലും ആദ്യകാല മാതൃകകളെല്ലാം നഷ്ടപ്പെട്ട ഉത്തരാധുനികതയിലും അധികാരത്തോടുള്ള കലഹത്തിൻ്റെ സ്വരഭേദം തന്നെയാണ്, അല്ലെങ്കിൽ സ്വരവ്യത്യാസം നമുക്ക് കാണാം. ചില കഥാപാത്രങ്ങൾ ജയിക്കുന്നു, മറ്റു ചില കഥാപാത്രങ്ങൾ തോൽക്കുന്നു. അങ്ങനെ പരാജയപ്പെടുന്നവരുടെ ഒരു വലിയ വംശം തന്നെ വിവിധ ഘട്ടങ്ങളിലും തലമുറകളിലും പ്രത്യക്ഷപ്പെടുന്നത് വീണ്ടും നമുക്ക് കാണാം. അങ്ങനെ നോവലുകളിലൂടെ മലയാള ഭാവുകത്വത്തിൽ ഒരു പെരുകൽ അല്ലെങ്കിൽ വളർച്ചയുടെ ഒരു ഉയർച്ച നമുക്ക് കാണാൻ പറ്റുന്നു. അധികാരത്തിൻ്റെ ദൈവരൂപത്തോടുള്ള വാക്കിൻ്റെ കലഹം ദുരന്ത വീക്ഷണത്തിന് പിന്നിലുണ്ട്. മലയാള നോവലുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ അന്ധനായ ദൈവം എന്ന കൽപ്പന, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചിന്ത, അന്ധനായ ദൈവം എന്ന് പറയുന്ന ആ ചിന്ത രാജശേഖരനെ സ്പർശിച്ചത് അധികാരവും ദുരന്തവും തമ്മിൽ നിലനിൽക്കുന്ന സവിശേഷ ബന്ധം മനസ്സിലാക്കിയപ്പോഴാണ്. മതാനുഷ്ഠാനങ്ങളിൽ പൂജിക്കപ്പെടുന്ന ദൈവബിംബത്തെ അല്ല, ആധികാരികതയുടെ അല്ലെങ്കിൽ അധികാരവുമായി ബന്ധപ്പെട്ട ഒരു സങ്കല്പത്തെയാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്ന ദൈവമെന്ന്, അന്ധനായ ദൈവമെന്ന് രാജശേഖരൻ വിലയിരുത്തുന്നത്. മതാനുഷ്ഠാനങ്ങളിൽ പൂജിക്കപ്പെടുന്ന ദൈവത്തെ അല്ല, പകരം അധികാരത്തിൻ്റെ ദൈവത്തെയാണ് ഇവിടെ രാജശേഖരൻ വിലയിരുത്തുന്നത്. രാജശേഖരൻ ഇവിടെ സങ്കല്പിക്കാൻ ശ്രമിക്കുകയും വിശദീകരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ അങ്ങനെയുള്ള ആ വിരാട് സങ്കല്പത്തെയാണ്. ഒരുതരം വിരാട് സങ്കല്പം. വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളോടെ ആ ദൈവബിംബം നോവലിൽ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് കാണാം. ഓരോ കാലഘട്ടത്തിലെയും അധികാരജ്ഞാന മണ്ഡലങ്ങൾക്കനുസരിച്ച് ഭിന്നങ്ങളായിരുന്നു അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിരുന്നു നോവലിലെ ദൈവഹനനം എന്ന് നമുക്ക് കാണാൻ കഴിയണം. അപ്പം ഇതാണ് എഴുത്തും അധികാരവും എന്ന പാഠത്തിലൂടെ ലേഖകനായ രാജശേഖരൻ വ്യക്തമാക്കുന്ന നോവലിൻ്റെ ചരിത്ര വഴികൾ. ഇതാണ് ഈ പാഠത്തിലെ ഒരു ഉപന്യാസമെന്ന് പറയുന്നത്. നമുക്ക് വ്യത്യസ്തമായ രീതിയിലാണുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ഇനി അങ്ങോട്ട് ആ ക്വസ്റ്റ്യനുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇങ്ങനെ: ഇന്ത്യയിൽ നോവലിൻ്റെ പിറവിക്ക് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെ? ചോദ്യം എങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം? ഇന്ത്യയിൽ നോവലിൻ്റെ പിറവിക്ക് കാരണമായത് എന്തൊക്കെയാണ്? ഉത്തരം ഇങ്ങനെ: ബ്രിട്ടീഷ് ഭരണവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അതിൻ്റെ ഭാഗമായിട്ട് 19-ാം നൂറ്റാണ്ടിലുണ്ടായ ഭാരതീയ നവോത്ഥാനം, റെനൈസൻസൊക്കെ ഇന്ത്യയിൽ നോവലിൻ്റെ പിറവിക്ക് കാരണമായെന്ന് കഴിഞ്ഞ ക്ലാസ്സിലും കഴിഞ്ഞ ഉപന്യാസത്തിലും നമ്മൾ പറഞ്ഞു വെച്ചു. 19-ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന ബ്രിട്ടീഷ് ഭരണവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും തന്നെയാണ് ഇന്ത്യയിൽ നോവലിൻ്റെ പിറവിക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ നോവലിൻ്റെ നവോത്ഥാനത്തിന് കാരണമാകുന്നത്. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിലൂടെ ലഭിച്ച സാഹിത്യജ്ഞാനം ശരിക്കും യൂറോപ്യൻ മാതൃകയിലുള്ള നോവലെന്ന ഒരു എഴുത്ത് രീതി സ്വീകരിക്കാൻ ഭാരതീയ നോവലിസ്റ്റുകളെ ആദ്യകാലത്ത് തന്നെ പ്രേരിപ്പിച്ചു. ആ പ്രേരണ സ്വീകരിച്ചുകൊണ്ട് സ്വന്തം ദേശീയതയുടെ പ്രശ്നങ്ങൾ ആവിഷ്കരിക്കുവാൻ ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ പോലുള്ള നോവലിസ്റ്റുകൾ ശ്രമിച്ചു. ഇന്ത്യൻ നോവൽ ചരിത്രമാണ് പറയുന്നത്, അതുകൊണ്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ പോലുള്ള നോവലിസ്റ്റുകൾ ശ്രമിക്കുന്നു. മേൽക്കോയ്മപരമായ വിദേശ സംസ്കാരവും ദേശീയ സംസ്കാരവും തമ്മിലുള്ള ആഭിമുഖീകരണത്തിൽ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിച്ചേർന്നപ്പോഴുണ്ടായ നോവലിൻ്റെ ആഖ്യാന തലത്തിൽ യൂറോപ്യൻ മാതൃകയും പ്രമേയത്തിൽ ദേശീയ പ്രശ്നങ്ങളും സ്വീകരിക്കാൻ ഇന്ത്യൻ എഴുത്തുകാർ തയ്യാറായി. ഈ ദേശീയത സമഗ്രതയെ ഉൾക്കൊണ്ട ഒരു സ്വഭാവത്തിലേക്കും ഒപ്പം തന്നെ ജാതീയവും സാംസ്കാരികവുമായ വ്യത്യാസങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു രീതി ആയിരുന്നില്ല എന്നതും ഒരു കാര്യമാണ്. വിദ്യാഭ്യാസപരവും സാമ്പത്തികമായും മേൽക്കോയ്മയൊക്കെ ഉണ്ടായിരുന്ന സവർണജാതികളിലെ അല്ലെങ്കിൽ വരേണ്യ വിഭാഗത്തിലെ ദേശീയ സമൂഹ വീക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു ആദ്യത്തെ ദേശീയത എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ബങ്കിം ചന്ദ്ര ചാറ്റർജിയും ചന്തുമേനോനുമൊക്കെ നിർവഹിച്ചത് ശരിക്കും ചരിത്രപരമായ ഒരു ദൗത്യം കൂടിയായിരുന്നു എന്നാണ് ഇവിടെ പി.കെ. രാജശേഖരൻ വിലയിരുത്തുന്നത്. അപ്പം ആദ്യമേ പറഞ്ഞല്ലോ, ഈ വിദേശാധിപത്യവും നമ്മുടെ ദേശീയതയും നോവലുകളിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും
അതിൽ ആ ദേശീയതയിൽ സമഗ്രമായിട്ടുള്ള ജാതീയവും സാംസ്കാരികവുമായിട്ടുള്ള ഭിന്നതകളൊന്നും പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിരുന്നില്ല. പകരം വിദ്യാഭ്യാസപരവും സാമ്പത്തികവും ഒക്കെ ആയിട്ട് മേൽക്കോയ്മയിലുണ്ടായിരുന്ന സവർണ ജാതികളുടെ അല്ലെങ്കിൽ വരണ്യവർഗത്തിൻ്റെ ദേശീയ വീക്ഷണമായിരുന്നു അതിൽ കണ്ടത്. പക്ഷേ ഈ എഴുത്തുകാരൊക്കെ സ്വീകരിച്ച ദൗത്യമെന്ന് പറയുന്നത് നോവലിൻ്റെ ഒരു ചരിത്രത്തിൽ വന്ന വ്യതിയാനം കൂടിയെന്നാണ് PK രാജശേഖരൻ വിലയിരുത്തുന്നത്. അടുത്ത ചോദ്യം, നോവൽ എന്ന് പറയുന്നത് കേരളീയ ജീവിതത്തിൻ്റെ ഒരു പ്രകാശന ഗ്രന്ഥമായിരുന്നു, അല്ലെങ്കിൽ കൊളോണിയൽ വ്യവഹാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നൊരു വീക്ഷണം സമൂഹത്തെ പരിഷ്കരിക്കുക എന്ന രീതിയിൽ, സമൂഹത്തിലൊരു പരിഷ്കരണം വേണമെന്ന രീതിയിൽ ഭാഷാപരമായി സമൂഹത്തെ വളർത്താനും വിമർശിക്കാനും ഒക്കെ സഹായിച്ചു എന്ന രീതിയിൽ ചന്തുമേനോൻ്റെ നോവലുകളിൽ ചരിത്രത്തിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് കാണാമെന്നും, അല്ലെങ്കിൽ നോവൽ എന്ന് പറയുന്ന ഈ സാഹിത്യരൂപം കേരളീയ ജീവിതത്തിൻ്റെ ഒരു പ്രകാശഗ്രന്ഥമായിരുന്നു എന്നും PK രാജശേഖരൻ വിലയിരുത്തുന്നുണ്ട് ഈ പാഠഭാഗത്തിൽ. അത് എന്താണ്? ശ്രദ്ധിക്കുക, ചോദ്യം ഇങ്ങനെ വരാം. നോവൽ എന്ന് പറയുന്നത് നമ്മൾ ചന്തുമേനോനിലൂടെയാണ് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ചന്തുമേനോനെ പോലുള്ള നോവലിസ്റ്റുകൾ ശരിക്കും സമൂഹത്തെ ഒരു പരിഷ്കരണ ഇച്ഛയോടുകൂടി വിമർശിക്കുവാനും ഭാഷാപരമായി വളർത്തുവാനും ശ്രമിച്ചുവോ, അല്ലെങ്കിൽ നോവൽ കേരളീയ ജീവിതത്തിൻ്റെ ഒരു പ്രകാശ ഗ്രന്ഥമായി തീർന്നോ എന്നതാണ്. ആണോ അല്ലയോ എന്ന് വിലയിരുത്തുക. ഉത്തരം ഇങ്ങനെയാണ്. ചന്തുമേനോൻ്റെ വീക്ഷണം കൊളോണിയൽ വ്യവഹാരത്തിൻ്റെ തന്നെയായിരുന്നു. അതേസമയം അദ്ദേഹം സമൂഹത്തെ പരിഷ്കരണ ഇച്ഛയോടെ വിമർശിക്കാനും ശ്രമിച്ചു എന്നതാണ്. അപ്പോൾ സമൂഹത്തിനൊരു വ്യത്യാസം വേണം, സമൂഹത്തിന് വ്യത്യാസം ഉണ്ടാകണമെന്ന് അദ്ദേഹം ചിന്തിച്ചതോടൊപ്പം ശരിക്കും കേരളീയ സമൂഹത്തിൻ്റെ അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് കൊളോണിയൽ വ്യവഹാരത്തിൻ്റെ കീഴിലുമായിരുന്നു. നായർ ജാതിയുടെയോ ആ ജാതിക്ക് അനുഗുണമെന്ന് തനിക്ക് തോന്നിയതോ ആയ ഒരു സാമൂഹിക ചിന്തയെ ചന്തുമേനോൻ്റെ ഇച്ഛയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നുവെന്ന് PK രാജശേഖരൻ നിരീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ കാണേണ്ട മറ്റൊരു വസ്തുത, നോവൽ എന്ന് പറയുന്ന പുതിയ രൂപത്തിൻ്റെ സ്വീകരണത്തിലൂടെ ആഖ്യാന ഭാഷയ്ക്ക് ചന്തുമേനോൻ നൽകിയ വ്യത്യസ്ത തലങ്ങളാണ്. കാവ്യഭാഷയിൽ നിന്ന് വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയിലേക്ക് നോവൽ വഴിമാറിയപ്പോൾ ചന്തുമേനോൻ അന്നുവരെ അടിച്ചമർത്തപ്പെട്ട വ്യത്യസ്ത സാമൂഹ്യ സ്വരങ്ങൾക്ക് സാഹിത്യത്തിൽ പ്രവേശിക്കുവാനുള്ള വാതിലുകൾ തുറന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കാവ്യഭാഷയിൽ നിന്ന് നോവലിൻ്റെ ഭാഷ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയിലേക്ക് വഴിമാറിയപ്പോൾ ശരിക്കും അദ്ദേഹത്തിലൂടെ നമ്മൾ കാണേണ്ടത് അന്നുവരെ അടിച്ചമർത്തപ്പെട്ട വ്യത്യസ്ത സമൂഹങ്ങളുടെ സ്വരങ്ങൾക്ക് സാഹിത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അദ്ദേഹം ഒരു പുതിയ വാതിൽ തുറന്നു എന്ന് തന്നെയാണ്. ചമ്പുക്കൾ, ശാസനങ്ങൾ, മിഷണറി രചനകൾ, രാജഭരണ രേഖകൾ തുടങ്ങിയവയിലൂടെ രൂപപ്പെട്ടിരുന്നതിൽ നിന്ന് ഭിന്നമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ഗദ്യത്തിൻ്റെ രംഗപ്രവേശനമായിരുന്നു അത്. അപ്പോൾ ആദ്യകാല സാഹിത്യങ്ങൾ ചമ്പുക്കൾ, ശാസനങ്ങൾ, ശിലാശാസനങ്ങൾ, മിഷണറി രചനകൾ, രാജഭരണ രേഖകളൊക്കെയായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി വ്യത്യസ്തമായ ഒരു ഗദ്യത്തിൻ്റെ പ്രവേശനമായിരുന്നു ചന്തുമേനോൻ്റെ നോവൽ. ഭാഷാ കൗടില്യം, ദൂതവാക്യം, ഭാഗവത സംഗ്രഹം, വേദതർക്കം, വർത്തമാന പുസ്തകം തുടങ്ങിയവ അവതരിപ്പിച്ച ഗദ്യത്തിന് പകരം ജീവിതത്തിൻ്റെ ഊർജ്ജപ്രസരമുള്ളൊരു ഗദ്യം ശരിക്കും ചന്തുമേനോൻ ഇന്ദുലേഖയിലൂടെ മലയാള സാഹിത്യത്തിന് കാഴ്ചവെച്ചു. ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ച് 3 വർഷത്തിന് ശേഷം 1892 തെറ്റിപ്പോയതാണ് 1892 അതായത് ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ച് 3 വർഷത്തിന് ശേഷം 1892 കോട്ടയത്ത് കൂടിയ കവി സമാജത്തിൻ്റെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്ന് തന്നെ ഗദ്യത്തിൻ്റെ വളർച്ചയ്ക്ക് മുൻഗണന നൽകുക എന്നത് തന്നെയായിരുന്നു. ഗദ്യത്തിൻ്റെ വികാസമില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാക്കുക മാത്രമായിരുന്നില്ല നോവൽ ചെയ്തത്. വ്യത്യസ്തമായ സാമൂഹിക ഗണങ്ങൾ ഉപയോഗിച്ചിരുന്ന ഭാഷണ ഭേദങ്ങളെയും വീക്ഷണങ്ങളെയും സാമൂഹിക ഘടനകളെയും ആവിഷ്കരിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിൻ്റെ തന്നെ ആധുനികതയാകെ പ്രകാശിപ്പിക്കാൻ, അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിന് ആധുനികതയുടെ ഒരു വെളിച്ചം കാഴ്ചവെക്കുവാൻ കേരളത്തിൻ്റെ
നോവൽ ചരിത്രത്തിന് കഴിഞ്ഞു എന്നതാണ് ഇവിടെ രാജശേഖരൻ പറഞ്ഞ് വയ്ക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പം 1892 കോട്ടയത്ത് കൂടിയ കവി സമാജത്തിലെ പ്രധാന തീരുമാനത്തിൽ ഗദ്യത്തിൻ്റെ വളർച്ചയ്ക്ക് മുൻഗണന നൽകണമായിരുന്നു എന്നതായിരുന്നു തീരുമാനം. അങ്ങനെ ഗദ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു പരിഹാരം എന്ന രീതിയിൽ ഈ നോവൽ മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. വ്യത്യസ്ത സാമൂഹിക ഗണങ്ങൾ ഉപയോഗിച്ചിരുന്ന ഭാഷണ ഭേദങ്ങളെയും വ്യത്യാസങ്ങളെയും അവരുടെ വീക്ഷണങ്ങൾ കാഴ്ചപ്പാടുകളെയും വ്യത്യസ്ത സമൂഹങ്ങളുടെ സാമൂഹിക ഘടനയെയും ഒക്കെ ആവിഷ്കരിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിൻ്റെ ആധുനികതയെ ഒന്നാകെ പ്രകാശിപ്പിക്കാൻ കൂടി കേരളീയ നോവൽ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നതാണ് ഇവിടെ നോവലിൻ്റെ ചരിത്രത്തിലൂടെ കടന്നു വരുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന PK രാജശേഖരൻ ചന്തുമേനോനെ ഉദാഹരിച്ച് പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ കേൾക്കാം.